ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന. അല്ലേ? സുഖം വാ യതി വാ ദുഃഖം സ യോഗി പരമോ മതഃ. ആരാണ് ഏറ്റവും വലിയ യോഗി? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയുക കാല് മേപ്പെട്ടാക്കിയിട്ട് 24 മണിക്കൂർ നിൽക്കുന്നവൻ അല്ലേ? അല്ലെങ്കിൽ സർവാംഗാസനത്തിൽ 2 മണിക്കൂർ നിൽക്കുന്നവൻ, 5 മിനിറ്റ് കൊണ്ട് 36 ആസനം കാണിക്കുന്നവൻ, യോഗ ചലഞ്ചിൽ 1ാം സമ്മാനം മേടിക്കുന്നവൻ എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതൊന്നും ഭഗവാൻ കൂട്ടിയിട്ടില്ല. ഭഗവാൻ ഏറ്റവും വലിയ യോഗിയായി പറഞ്ഞത് ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന. തന്നോട് ഉപമിക്കത്തക്കതായി മറ്റെല്ലാത്തിനെയും കാണുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രാമനെയും കൃഷ്ണനെയും ഒരുപോലെ കാണാൻ എളുപ്പം കഴിയും. പക്ഷേ രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. രണ്ടാൾക്കാർ അവരൊക്കെ ഒരുപോലെ ആയിട്ടൊന്നും കാണാൻ കഴിയും. പക്ഷെ തന്നെ അതുപോലെ കാണാനോ? അത് കുറച്ച് പ്രയാസമാണ് അല്ലേ? രണ്ടും വളരെ വ്യത്യാസമുണ്ട്. കാണപ്പെടുന്ന 2 പേരെ ഒരുപോലെ കാണാൻ നമുക്ക് സാധിക്കും. അതിൽ കേമത്വമൊന്നും വേണ്ട. മറിച്ച് ആത്മൗപമ്യേന തന്നോട് ഉപമിച്ചുകൊണ്ട് മറ്റുള്ളതിനെ കാണുന്നു. ഞാൻ തന്നെയാണ് അവൻ, ഞാൻ തന്നെയാണ് അവള്, ഒരു ഭേദവും ഇല്ല. യാതൊന്നാണോ ഞാനായിരിക്കണം അത് തന്നെയാണ് അവനായും അവളായും ഇരിക്കണത് എന്ന ഭാവത്തിൽ തന്നോട് ഉപമിച്ചുകൊണ്ട് എല്ലാത്തിനെയും കാണുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. ആ ദർശനം ആർക്കുണ്ടോ സമം പശ്യതി. എപ്പോ? സുഖം വാ യതി വാ ദുഃഖം. പൂജ, പരിഭവം, സ്തുതി, നിന്ദ, സുഖം, ദുഃഖം, മാനം, അപമാനം, ശീതം, ഉഷ്ണം എന്ന് വേണ്ട എല്ലാ ദ്വന്ദ്വ സാഹചര്യങ്ങളിലും മാറ്റമില്ലാതെ ഒരു വസ്തു തനിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും ആത്മൗപമ്യേന കാണും.